അങ്ങനെ നമ്മുടെ മൊണാലിസ ഇപ്പോൾ കേരളത്തിലെ മരുമകളായിരിക്കുകയാണ്. കാരണങ്ങളൊക്കെ എല്ലാവരും തന്നെ ഇപ്പോൾ ന്യൂസ് ചാനൽ അതായിരുന്നല്ലോ ട്രെൻഡ്. അതൊക്കെ വലിയൊരു ഒരു ഓളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ. അതായത് മൊണാലിസയ്ക്ക് 18 വയസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, മൊണാലിസ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. മൊണാലിസയ്ക്ക് 6 മാസമായിട്ടൊരു പ്രണയമുണ്ട്. ഒരു മുസ്ലിം യുവാവായിട്ടാണ്, ഇത് ഫർഹാൻ എന്നാണ് ചെറുക്കൻ്റെ പേര്. അദ്ദേഹമായിട്ട് പ്രണയത്തിലാണ്. പക്ഷേ ഇതറിഞ്ഞിട്ടാണോ വീട്ടുകാർ മൊണാലിസയ്ക്ക് ഒരു വിവാഹം തീരുമാനിക്കുന്നു. അതായത് ഇവരുടെ റിലേഷനിലുള്ള തന്നെ ഒരാളായിട്ട് വിവാഹം തീരുമാനിക്കുന്നു. പക്ഷേ മൊണാലിസയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മൊണാലിസ ഇവിടെ കേരളത്തിലൊരു ഷൂട്ടിന് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇദ്ദേഹമായിട്ട് തീരുമാനിച്ച് വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു, സംസാരിക്കുന്നു. അതായത് CPMകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിനൊരു വലം കൈയായിട്ട് നിന്ന് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ക്ലിപ്പിലോട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ കുംഭമേളയ്ക്കിടെ പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് മൊണാലിസ തരംഗമായത്. മൊണാലിസ ഭോസ്ലെ ഇന്ന് തിരുവനന്തപുരത്തെത്തി. അഭയം തേടിയാണ് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഇന്ന് രാവിലെ എത്തിയത്. വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കാമുകൻ ഫർമാനോടൊപ്പം താമസിക്കണമെന്ന ആവശ്യവുമായാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ മൊണാലിസ എത്തിച്ചേർന്നത്. പോലീസുകാർക്ക് ആദ്യം മൊണാലിസ ആരെന്ന് വ്യക്തമായില്ല. പിന്നീടാണ് അവരെ പോലീസ് തിരിച്ചറിയുന്നത്. കുംഭമേളയിൽ ആ ദിവസം പകർത്തിയ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസ്സിൽ മൊണാലിസ ഭോസ്ലെ നിറഞ്ഞു നിന്നത്. പിന്നീട് അവർ പല പരസ്യചിത്രങ്ങളുടെയും മോഡലായി മാറി. പല സിനിമകളിലും അവർക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചു. കേരളത്തിലെത്തിയതും ഒരു സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായാണ് അവർ കേരളത്തിലുമുള്ളത്. ഏതാനും ആഴ്ചകളായി അവർ എറണാകുളത്തായിരുന്നു. 4 ദിവസമായി തിരുവനന്തപുരം പൂവാറിലുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇൻഡോർ സ്വദേശിയായ മൊണാലിസയും മഹാരാഷ്ട്ര സ്വദേശി ഫർമാനും ഫേസ്ബുക്ക് വഴി പ്രണയത്തിലായത്. ഇത് വീട്ടുകാർ എതിർക്കുകയായിരുന്നു. പൂവാറിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തിയ മൊണാലിസ ഫർമാനുമായി ഇന്ന് രാവിലെ അപ്രതീക്ഷിതമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു കയറുകയായിരുന്നു. തൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട്, എന്നാൽ ഫർമാനൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. രാജ്യത്ത് മറ്റെവിടെ പോയാലും തങ്ങളുടെ ബന്ധത്തിന് വലിയ തടസ്സങ്ങളുണ്ടാകും, അത് ഉറപ്പാണ്. സുരക്ഷിത ഇടമെന്ന നിലയിലാണ് കേരളത്തിൽ അഭയം തേടിയതെന്നും ഇവർ പോലീസിനെ അറിയിച്ചു. യുവതിയുടെ പരാതിയെ തുടർന്ന് മൊണാലിസയുടെ പിതാവ് ജയ്സിംഗ് ഭോസ്ലെയെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആരെ വിവാഹം കഴിക്കണമെന്നും ആർക്കൊപ്പം ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കാമുകനൊപ്പം പോകാനാണ് മൊണാലിസയുടെ തീരുമാനമെങ്കിൽ കാമുകനൊപ്പം വിടുമെന്ന് പോലീസ് നിലപാടെടുത്തു. അവരുടെ പിതാവ് കുറെ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വീട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഒടുവിൽ പ്രിയപ്പെട്ടവനൊപ്പം മൊണാലിസ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പൂവാറിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് മൊണാലിസ പോയത്. ഏതായാലും ഇതര മതസ്ഥരൊപ്പം ജീവിക്കാൻ വീട്ടുകാരും അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്ത് പോയാലും സുരക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിക്കാൻ കേരളം തിരഞ്ഞെടുക്കുന്നതായി മൊണാലിസ പോലീസിനോട് പറഞ്ഞത്. വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന തന്നെ ഒരു കാര്യമാണ്. എനിക്കിതിലൊരു വിഷമം, അത് എൻ്റെ ഫീലിങ്സ് മാത്രമാണ്, നിങ്ങളാരും എടുക്കേണ്ട. ഒരു 18 വയസ്സായിട്ടേ ഉള്ളൂ, നമ്മളെ ലൈഫ് കാണാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെയൊക്കെ 18 വയസ്സെന്നൊക്കെ ഓർക്കാൻ നേരത്തെ തന്നെ എനിക്കിപ്പോൾ തമാശയായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പക്വതയില്ലാത്തൊരു ടൈമിലെടുക്കുന്ന ഒരു തീരുമാനങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ചിന്തിക്കാറുണ്ട്, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു മാരേജിന് ഒരു ലേഡിക്ക് പറ്റിയ ഏജ് എന്നൊക്കെ പറയുന്നത് 26, ഒരു 25 അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ഒരു മാരേജ് എന്ന് പറയുന്നത്. കാരണം ആ സമയത്തായിരിക്കും സ്ത്രീകൾക്ക് പൊതുവെ ഇച്ചിരി പക്വതയൊക്കെ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്, എല്ലാവർക്കും ഉണ്ടാവത്തില്ല. പിന്നെ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കുട്ടിയാണെങ്കിലും പറയുന്നത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഈ വിവാഹത്തിന്. അതായത് നമ്മുടെ മൊണാലിസ സ്നേഹിക്കുന്ന യുവാവുമായിട്ടുള്ള വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവർ മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു. അതുകൊണ്ടാണ് മൊണാലിസ വീട്ടുകാരെ എതിർത്ത് ഈ വിവാഹത്തിന് തയ്യാറായി എന്നാണ് മൊണാലിസ പറയുന്നത്. നമ്മുടെ നാട്ടിലും പൊതുവെ നടക്കുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണിത്, അല്ലെന്നല്ല പറയണത്. പക്ഷേ
അതായത് പാരൻസിനെ ഒന്ന് കൺവിൻസ് ആക്കാൻ വേണ്ടി ഒന്ന് മൊണാലിസയ്ക്ക് ശ്രമിക്കാമായിരുന്നു, കാത്തിരിക്കാമായിരുന്നു. ഒരു 2 years എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇരിക്കാമായിരുന്നു ആണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ചിലപ്പോൾ ആ കുട്ടിക്ക് നമുക്കറിയില്ല ആ കുട്ടിയുടെ സാഹചര്യം എന്താണ്. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം കുട്ടി പോകുന്നത്. പിന്നെ എനിക്ക് പൊതുവെ കണ്ടതിൽ തോന്നിയേക്കണ ഈ മൊണാലിസ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ ഓരോ ഇൻ്റർവ്യൂസ് ആണെങ്കിലും ഓരോ നമ്മൾ ആ കുട്ടിയുടെ ഓരോ ബൈറ്റ് ആണെങ്കിലൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഒരു തോന്നലാട്ടോ, എനിക്ക് തോന്നിയേക്കണ ഈ കുട്ടി ഭയങ്കര ഒരു പാവം പിടിച്ചിട്ട് കുട്ടിയായിട്ട് ഒരു പാവം കൊച്ചിനെ കൂട്ടാണ് എനിക്ക് തോന്നിയേക്കണത്. അങ്ങനെ എനിക്ക് തോന്നിയേക്കണ ഒരു ഫീൽ, എൻ്റെ ഒരു ഫീൽ എനിക്ക് അങ്ങനെ ഉണ്ടായേക്കണത്. ഇപ്പം പറയുന്ന വിവാദം ഇതൊന്നുമല്ല. ഇപ്പോൾ ഉള്ള വിവാദം എന്ന് പറഞ്ഞാൽ മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്നാണ് പറയണത്. പക്ഷേ ഇപ്പം അതായത് ഇപ്പം നമ്മുടെ ഇവർ മൊണാലിസ തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതായത് ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റും തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ പാൻ കാർഡൊക്കെ ആയിട്ടാണ് ഇപ്പം മൊണാലിസ മാധ്യമങ്ങളുടെ മുന്നിൽ, അതായത് പ്രസ് മീറ്റ് വിളിച്ചേക്കണത്. പ്രായപൂർത്തിയായതാണ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ വിഷ്വലൊന്ന് കണ്ടു നോക്കാം. 2008 हाँ बर्थ सर्टिफिकेट भी है किधर का है वो? ये ऊपर के लिए ക്ഷേത്രത്തിലുള്ള കല്യാണം നടന്നതിന്റെ बेटा बेटा സർട്ടിഫിക്കറ്റ് मिल मिला मध्य प्रदेश का अरे बोलिए ये बर्थ सर्टिफिकेट है उनका 19 जहाँ उनका जन्म हुआ हम लोग देख सकते हैं अच्छा वो कौन सा सर्टिफिकेट कौन सा जगह का है? मध्य प्रदेश का है। एक मिनट तो ऐसा कुछ नहीं है, ये अडल्ट है। आधार कार्ड भी उधर से किया था? हाँ आधार कार्ड भी सब कुछ पैन उधर का, पैन कार्ड, आधार कार्ड। ये सब कुछ उधर। എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചത് ഹിന്ദു ആചാരപ്രകാരമാണ്. കാരണം മൊണാലിസയ്ക്ക് ഇഷ്ടം ആ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവും അത് ഏറ്റെടുത്തു. ഞങ്ങളുടെ ഇടയിൽ മതമില്ല എന്നുള്ള രീതിയിലേക്കാണ് മൊണാലിസയുടെ ഭർത്താവ് പറഞ്ഞത്. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെന്തായാലും എന്നെന്നും നിലനിൽക്കട്ടെ ആ ഒരു വിജയം. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിനെ വിശ്വസിച്ച് കേരളത്തിലെ ആൾക്കാർ സപ്പോർട്ട് നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ വിശ്വാസത്തിൽ ഉറച്ചു വെച്ചാണ് അവർ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും അത് ഒരിക്കലും തെറ്റാതിരിക്കട്ടെ. നല്ലൊരു ജീവിതം രണ്ടു പേർക്കും ഉണ്ടാകട്ടെ. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ മീഡിയാസിന്, അതെ, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയാസിന് ഒരാളെ കിട്ടി, പ്രത്യേകിച്ച് മൊണാലിസയും കൂടെ ആകുമ്പോഴത്തേക്കും തകർത്ത് വാരും. ഇനി മൊണാലിസയുടെ വീടിന് മുമ്പിലായിരിക്കും എല്ലാ ഓൺലൈൻ മീഡിയാസും പോയിരിക്കാൻ തുടങ്ങുന്നത്.